അമ്മേ മതി, എന്തിനെങ്ങനെയൊക്കെ പറയുന്നേ? പറയാതെ പിന്നെ എന്റെ മോന്റെ ഉള്ളില് ഇപ്പൊ ഇത്തിരി ശ്വാസമെങ്കിലും ബാക്കിയുണ്ട്. അതും കൂടി ഇവള് കാരണം ഇല്ലാതാവുന്നത് വരെ ഞാൻ മിണ്ടാതിരിക്കണം എന്നാണ് നീ പറയുന്നത്. ഇനി ഇവള് ഒരാണിനും കാലനായി മാറരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അമ്മേ, പാർവതി കണി കണ്ടതുകൊണ്ടൊന്നുമല്ല പ്രിയനിത് സംഭവിച്ചത്. പാർവതി കാരണവുമല്ല. ഇവളെ കൊല്ലാമെന്ന മയക്കുമരുന്ന് മാഫിയയാണ് പ്രിയനെ തല്ലിയതെന്ന് പാർവതി പറഞ്ഞത് സത്യമായി കൊള്ളണമെന്നുമില്ല. പാർവതിയെ കൊല്ലാമെന്നവര് പ്രിയനെ തല്ലിയിട്ട് ഓടിപ്പോകുവോ? അവരുടെ ലക്ഷ്യം പ്രിയൻ തന്നെ ആയിരുന്നു. എന്റെ മോനെ അവരെന്തിനു തല്ലണം? എന്റെ മോൻ ആരെയും ദ്രോഹിക്കാറില്ല, സഹായിക്കുകയേ ചെയ്യൂ. സഹായിക്കുന്നവരെ ആരെങ്കിലും തല്ലുവോ? നീ ഇവളെ വെള്ളപൂശാനൊന്നും നോക്കണ്ട. നീയല്ല ആരിവളെ വെള്ളപൂശാൻ നോക്കിയാലും എന്റെ കണ്ണില് ഇവള് മൂദേവി തന്നെയാ. അല്ലെങ്കിൽ തന്നെ ഇവക്ക് വേണ്ടി ന്യായം പറയാൻ നീ ആരാ? അമ്മേ, ഇത് കൈലാഷ് സാറാ. ഞാനും പ്രിയൻ ചേട്ടനൊക്കെ ജോലി ചെയ്യുന്ന ഗാർമെന്റ്സിന്റെ മുതലാളി. അമ്മേ, അന്ന് ഈ സാറാ ചേട്ടന് പോലീസ് സ്റ്റേഷനിൽ ഇറക്കിയത്. ചേട്ടൻ പറഞ്ഞത് ഓർമ്മയില്ലേ? അയ്യോ, സാർ ആരാണെന്ന് അറിയാതെ സാറിനെ ഞാൻ നീന്നൊക്കെ വിളിച്ചു പോയി. ദേഷ്യപ്പെടുകയും ചെയ്തു. സാർ എന്നോട് ക്ഷമിക്കണം. അമ്മേനെ നീന്ന് വിളിച്ചതില് എനിക്കൊരു പ്രശ്നവുമില്ല. എന്റെ അമ്മയെ പോലെ ഒരു അമ്മയല്ലേ? അതെ, സാറിന്റെ അമ്മയെ പോലെ ഒരു അമ്മയാ. എന്റെ പ്രിയനെ പോലെ കരുതി ഞാൻ പറയുക. ഇവക്ക് വേണ്ടി വാദിക്കുകയോ ഇവളുടെ കൂടെ നടക്കുകയോ ഒന്നും വേണ്ട. എന്റെ മോൻ ഇവിടെ കിടക്കുന്ന പോലെ സാറിനും കിടക്കേണ്ടി വരും. ഞാൻ ഇവിടെ വന്ന് കരയുന്നത് പോലെ സാറിന്റെ അമ്മയ്ക്കും കരയേണ്ടി വരും.